വിമർശനം പി വി അൻവറിനെതിരായിരുന്നുവെങ്കിലും പിണറായി വിജയൻ ലക്ഷ്യമിട്ടത് പാർട്ടിയിൽ തനിക്കെതിരെ നീക്കങ്ങൾ നടത്തുന്നവരെയായിരുന്നു. പി ശശിക്ക് ക്ലീൻ ചിറ്റ് നൽകിയതും ശശിക്കെതിരെ നടപടി ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളുടെ മുനയൊടിക്കുന്നതായി. സമ്മേളനങ്ങളിലും ഇതിന്റെ അനുരണനങ്ങൾ ഉണ്ടാകും. പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയന്റെ ശരീരഭാഷയും ശൈലിയുമായിരുന്നു അൻവറിനെതിരെയുള്ള പ്രതികരണങ്ങളിലും തെളിഞ്ഞുകണ്ടത്. വിഭാഗീയതയുടെ കാലത്തും തനിക്കെതിരെയുള്ള പടയൊരുക്കങ്ങൾ പാർട്ടി വിരുദ്ധ നീക്കങ്ങളായാണ് പിണറായി വിജയൻ വിശദീകരിച്ചിട്ടുള്ളത്. ഇവിടെ പി വി അൻവർ കമ്മ്യൂണിസ്റ്റുകാരനല്ലെന്നും കോൺഗ്രസ് പാരമ്പര്യമുള്ള ആളാണെന്നും പറഞ്ഞുവെച്ചത് അൻവറിനു വേണ്ടി പാർട്ടി പ്രവർത്തകർ ആരും ഇറങ്ങരുതെന്ന ലക്ഷ്യത്തോടെയാണ്. സംസ്ഥാന സമിതി അംഗമായ പി ശശി പാർട്ടി സെക്രട്ടേറിയറ്റിലേക്ക് ഉയർത്തപ്പെടുന്നത് തടയാനാണ് അൻവറിനെ കൊണ്ട് ശശിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചതെന്ന് പിണറായി കരുതുന്നു. അങ്ങനെയൊന്നും വിശ്വസ്തനെ വിട്ടുകൊടുക്കില്ലെന്ന് ഉറപ്പിക്കുന്നതായിരുന്നു ശശിക്ക് മുഖ്യമന്ത്രി നൽകിയ ഗുഡ് സർട്ടിഫിക്കറ്റ്. ശശിക്കെതിരെയുള്ള അൻവറിന്റെ പരാതി CPM നേതൃത്വത്തിനു മുന്നിലുണ്ട്. മുഖ്യമന്ത്രിയെ മറികടന്ന് ശശിക്കെതിരെ നടപടിയെടുക്കുക ഇനി അത്ര എളുപ്പമാകില്ല. CPM നേതൃത്വം മനസ്സുകൊണ്ടും CPI പരസ്യമായും ആവശ്യപ്പെട്ടതാണ് ADGP MR അജിത് കുമാറിനെതിരെയുള്ള നടപടി. ആരു പറഞ്ഞാലും ആരോപണത്തിന്റെ പേരിൽ മാത്രം നടപടിയെടുക്കാനില്ലെന്ന് തറപ്പിച്ചു പറഞ്ഞ മുഖ്യമന്ത്രി വെല്ലുവിളിച്ചത് മുന്നണിയിലെ പ്രധാന ഘടകകക്ഷികളെയാണ്. ഇക്കാര്യത്തിൽ CPIയുടെ പ്രതികരണം നിർണായകമാകും. എന്തിന് അപമാനം സഹിച്ച് ഇടതു മുന്നണിയിൽ തുടരുന്നുവെന്ന ചോദ്യം കുറെ നാളായി CPIയോട് കോൺഗ്രസും BJPയുമൊക്കെ ചോദിക്കുന്നുണ്ട്. പിണറായിൽ നിന്നും മുറിവേറ്റ CPI നേതൃത്വം പ്രവർത്തകരോട് എന്ത് മറുപടി പറയും, പിടിച്ചു നിൽക്കുമെന്നതും ശ്രദ്ധേയമാകും. ചുരുക്കത്തിൽ സർക്കാരിലും CPMലും മാത്രമല്ല മുന്നണിക്കുള്ളിലും അസ്വാരസ്യങ്ങളുടെ രാഷ്ട്രീയ ദിനങ്ങളാണ് വരാനിരിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം.